രാജ്യത്തെ ജനവിഭാഗത്തിലെ 13% വരുന്ന ഒരു ജനവിഭാഗത്തെ ആകെ നുഴഞ്ഞുകയറ്റക്കാരാക്കുന്നു. അവരെ ഏറ്റവും അധിക്ഷേപകരമായി അവരോട് സംസാരിച്ചുകൊണ്ട് നമ്മളത് ഓരോന്നും ആവർത്തിക്കുന്നത് തന്നെ തെറ്റായ കാര്യം. അപ്പോൾ നിയമപരമായി ക്രിമിനൽ കുറ്റം എന്ന നിലയിൽ കാണാവുന്ന രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത, അതായത് ലോകത്ത് നോക്കിയാൽ ഇതിനു മുമ്പൊരു മാതൃകയുള്ളത് ട്രംപ് മാത്രമാണ്. ട്രംപിൻ്റെ മോഡലിലാണിപ്പോൾ ഏതാണ്ട് മോദി. അതെ, മൈ ഫ്രണ്ടാണ്. അതെ, ഇത്രമേൽ വംശീയ വിദ്വേഷം പടർത്തുന്ന ട്രംപിൻ്റെ നിലയിലേക്ക് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ മോദി കൊണ്ടുപോകുന്നോ എന്ന നിലയിൽ ഒരു വലിയ ചോദ്യത്തിന് നടുവിലാണ് ഇന്നിപ്പോൾ രാജ്യം നിൽക്കുന്നത്. തീർച്ചയായും ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ഇവർക്ക് ഭയങ്കര പേടിയാണ്. ഇവരോട് നേരെ നിന്ന് ചോദ്യം ചോദിച്ചാൽ, ഇവർക്കെതിരെ ഒരു ആരോപണം വന്നാൽ മറുപടി പറയാൻ ഇവർക്ക് പേടിയാണെന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ ജനത്തെ അഭിമുഖീകരിച്ച് മറുപടി പറയുന്നതിന് പകരം ഇങ്ങനെ ഭിന്നിപ്പിച്ചാൽ വളരെ എളുപ്പമാണ്. ഇപ്പോൾ സംഗതി ഇവർ വിചാരിക്കുന്നത് പോലല്ല. ആദ്യഘട്ടത്തിൽ 400 എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ 400-ലോട്ടൊന്നും പോകത്തില്ലെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഭിന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് മാത്രമാണ് ലക്ഷ്യം. ഞാൻ അതിൻ്റെ ഉദാഹരണം പറയും. ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്, കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട വിവാദം. ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായി വന്നത് സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ പടം മാറ്റിയിരിക്കുകയാണ്. ആരോഗ്യ മന്ത്രാലയം പറയുന്നത് പെരുമാറ്റച്ചട്ടം നിൽക്കുന്നുണ്ട്, അതിൻ്റെ ഭാഗമായി മാറ്റിയതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ വസ്തുത അതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പെരുമാറ്റച്ചട്ടം നിൽക്കുമ്പോൾ തന്നെയാണല്ലോ ഈ പറയുന്ന വിദ്വേഷ പ്രസംഗം എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മിണ്ടിയോ? നോട്ടീസ് അയച്ചത് ആർക്കാണ്? JP നദ്ദയ്ക്കാണ്. പ്രധാനമന്ത്രി നടത്തിയ ഈ പരാമർശം നടത്തിയ നോട്ടീസ് കൊടുത്ത JP നദ്ദയ്ക്ക്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ വിവാദങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചുകൂടുക എന്നതാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ചിത്രം മാറ്റിയതുപോലെ നമ്മൾ അങ്ങനെ തന്നെ കാണേണ്ടി വരും.